കേരളത്തെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ ഇതൊരു വെറും സാധാരണ തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ ഞാനിരുന്നത് സാധാരണ തെരഞ്ഞെടുപ്പാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുക അതെന്ത് സാധാരണ തെരഞ്ഞെടുപ്പാണ്? ഇത് സാധാരണ തെരഞ്ഞെടുപ്പാണ്. കാരണം ഇവിടെ പരസ്പരം മത്സരിച്ചത് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ ഒരു സാധ്യതയുമില്ല എന്ന് പരക്കെ എല്ലാവരും വിശ്വസിച്ചിരുന്ന രണ്ട് മുന്നണികൾ തമ്മിലാണ്. ഒരു വശത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി, മറുവശത്ത് CPIM-ൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇത്തരത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുകയാണ്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇരു കൂട്ടരും അവരവർക്ക് അർഹമായ സീറ്റുകൾ നേടി കളത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് സാധാരണഗതിയിൽ സംഭവിക്കേണ്ടത്. എന്ന് വെച്ചാൽ അധികാരത്തിലിരിക്കുന്ന കക്ഷി എന്ന നിലയ്ക്കും ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങളുടെ നിരന്തര ആക്രമണം നേരിടുന്ന പാർട്ടി എന്ന നിലയ്ക്കും CPM-ന് ചിലപ്പോൾ ഒരല്പം കുറവ് വരാം. എങ്കിലും എന്നോട് ചോദിച്ചാൽ സാധാരണഗതിയിൽ 8 സീറ്റുകളെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കേണ്ട തെരഞ്ഞെടുപ്പാണ് ഈ കടന്നുപോയത്. എന്തുകൊണ്ട് അത് സംഭവിച്ചില്ല? എന്തുകൊണ്ട് 2019 ദയനീയമായ അവസ്ഥയിൽ, അതും കൂടെ ആലോചിക്കണം. 2019 ദയനീയമായ അവസ്ഥ എന്നാണ് ഞാൻ പറയുക. കാരണം 2019 ഒരു സീറ്റ് കിട്ടിയപ്പോൾ 19 സീറ്റും കോൺഗ്രസ്സിനാണ് കിട്ടിയത്. ഇന്ന് 18 സീറ്റ് കോൺഗ്രസ്സിന് കിട്ടുമ്പോൾ ഒരു സീറ്റ് BJP-യാണ് കൊണ്ടുപോയത്. അത് നടൻ്റെ ഇതാണെന്നോ ജനപ്രിയതയാണെന്നോ ഒക്കെ നമുക്ക് പറഞ്ഞ് സമാധാനിക്കാം. പക്ഷേ ഒരു പ്രധാന പ്രശ്നം നമ്മളിത് കേരളത്തിൽ തന്നെ കണ്ടതാണ്. അതായത് കമ്മ്യൂണിസ്റ്റുകാരന് വോട്ട് ചെയ്താൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരു സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റുകാരന് ക്രിസ്ത്യാനി വോട്ട് ചെയ്ത് തുടങ്ങിയ ഒരു കാലമുണ്ട്. ആ അറപ്പ് മാറിയ ഒരു കാലമുണ്ട്. അറപ്പ് മാറി നിന്ന് നമുക്കറിയാം. ഇന്ന് പള്ളിയിൽ കൃത്യമായിട്ട് പോകുന്നതിനും സഭയുടെ അൽമായ കമ്മിറ്റിയിൽ ഇരിക്കുന്നതിനുമൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാനായിട്ട് ഒരു ജാള്യതയില്ല, അറപ്പില്ല. നാളെ കേരളത്തിൽ BJP-ക്ക് വോട്ട് ചെയ്യാനുള്ള അറപ്പും പോയി കഴിഞ്ഞു. BJP-ക്ക് വോട്ട് ചെയ്ത് കൂടെന്നല്ല, BJP ഒരു ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന നിലയ്ക്ക് അവർക്ക് ആളുകളുടെ വോട്ട് തേടാനും നേടാനും മത്സരിക്കാനും ജയിക്കാനും എല്ലാ അർഹതയുണ്ട്. പക്ഷെ അതേപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ BJP-ക്ക് വോട്ട് കിട്ടിപ്പോയത് അവർ അക്കൗണ്ട് തുടങ്ങി, നമ്മൾ അവർ അക്കൗണ്ട് തുടങ്ങിയെന്നാണ് പറയുന്നത്. ഈ അത്തരത്തിലുള്ള പ്രഭാഷണങ്ങളിൽ തന്നെ ചില അപകടങ്ങളുണ്ട്. അവർ അക്കൗണ്ട് തുടങ്ങിയെങ്കിൽ അവരുടെ അർഹതയാണ്, അവരെ ജനങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ്. എന്തുകൊണ്ട് അവരെ ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളത് നിങ്ങളാണ് സ്വയം വിമർശനപരമായി നോക്കേണ്ടത്. അവർക്ക് ഒരു സാധ്യത കണ്ടു, അവരാ സാധ്യതയിലേക്ക് ഇറങ്ങി നിന്നു. ആ സാധ്യത ഒരുപക്ഷെ തൃശ്ശൂരും തിരുവനന്തപുരത്തും അവർക്ക് തുറന്നു കിട്ടി. തിരുവനന്തപുരത്ത് തലനാരിഴയ്ക്ക് അവർ അതിൽ നിന്ന് പുറത്തുപോയി. തൃശ്ശൂരിൽ അവർ വളരെ ഉറച്ച രീതിയിൽ ആ വിജയം നേടി. ആ വിജയം നേടുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച സംഭവങ്ങൾ എന്തൊക്കെയാണ്, അതിലേക്ക് നയിച്ച എന്താ വെച്ചാൽ വോട്ടെടുപ്പിന് തലേന്ന് വരെ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് എന്നുള്ളത് ആലോചിക്കേണ്ട പ്രശ്നമുണ്ട്. അപ്പോൾ BJP കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങിയെന്ന് പറഞ്ഞാൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുന്നേ ഇടതുപക്ഷത്തിന് കിട്ടിയിരിക്കുന്ന വലിയൊരു മുന്നറിയിപ്പാണ്, കോൺഗ്രസ്സിനും കിട്ടിയിരിക്കുന്ന വലിയൊരു മുന്നറിയിപ്പാണ്. ഇതിൽ ഇടതുപക്ഷം ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ കാരണം തങ്ങൾ തമ്മിലുള്ള, അതായത് ഇടതുപക്ഷവും BJP-യും തമ്മിലുള്ള വ്യത്യസ്തത കൃത്യമായി വ്യവച്ഛേദിക്കപ്പെട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ കോൺഗ്രസും BJP-യും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നുള്ള ചോദ്യം വരുമ്പോൾ നമ്മളൊരല്പം പ്രശ്നത്തിലാവും. അങ്ങനെ വരുമ്പോൾ ആരിൽ നിന്ന് ആരിലേക്കാണ് ഒഴുകുക എന്ന ചോദ്യം വരുമ്പോൾ ഒരുപക്ഷെ രണ്ട് കൂട്ടരിൽ നിന്ന് ഒഴുകാനുള്ള സാധ്യതയുണ്ടെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ആര് പോകും എന്ന് ചോദിച്ചാൽ ചിന്തിക്കുന്നവരും വിഷമിക്കുന്നവരും പോകാനിടയില്ല. പക്ഷെ അല്ലാത്തവർ പോയേക്കാം. കോൺഗ്രസ്സിലാണെങ്കിൽ ഏതാണ്ട് അല്ലാത്ത തരത്തിലുള്ള, കോൺഗ്രസ്സുകാരല്ല, സാധാരണ കുടുംബങ്ങളിലുള്ള മുൻകാലങ്ങളിൽ കോൺഗ്രസ്സിനോ മുൻകാലങ്ങളിൽ ഇടതുപക്ഷത്തിനോ വോട്ട് ചെയ്തിരുന്ന മനുഷ്യർ മാറി ചിന്തിക്കുന്നൊരു കാലത്തേക്ക്, അങ്ങനെ അല്ലെങ്കിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടും. മറ്റൊന്നും കൂടെയുണ്ട്, കേരളത്തിലെ ക്രിസ്തീയ സമുദായം, പ്രത്യേകിച്ച് വരേണ്യ ക്രിസ്തീയ സമുദായങ്ങൾ, അവർ BJP-യുമായി ഒരിടപെടലിന് ഇന്ന് വൈമുഖ്യമുള്ളവരല്ല എന്ന് തിരിച്ചറിയണം. ലവ് ജിഹാദിനെ പറ്റിയും മറ്റുള്ള കേരളത്തിൽ ദീർഘമായി നടന്ന ചർച്ചകൾ, കേരളത്തിലെ സമ്പത്തിൻ്റെ ഉടമസ്ഥത ആർക്കാണ് എന്നത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ, സ്വകാര്യ സംഭാഷണത്തിലെ ചില കൊതിക്കെറിവുകൾ, ഇതെല്ലാം തന്നെ വോട്ടുകളായി പരിണമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്.